പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 31-ാം വാക്യം മുതൽ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ജീസസ്. അഡോർ യു. ലവ് യു ജീസസ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കും. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കാത്തിടത്തോളം കാലം നമ്മൾ പാപങ്ങളുമായി പടവെട്ടി ജീവിക്കും. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഈ കുമ്പസാരിക്കുന്ന സമയത്ത് ഒട്ടുമിക്കപ്പോഴും ഒരു സെയിം ലിസ്റ്റ് ഓഫ് പാപങ്ങളാണ് നമ്മൾ വീണ്ടും, അറ്റ്ലീസ്റ്റ് ഞാൻ വീണ്ടും വീണ്ടും കുമ്പസാരിക്കുന്നത്. അതിലൊരു കുറവുമില്ല, കൂടുതലുമില്ല. ഒരേ സെറ്റ് ഓഫ് പാപങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു, വീണ്ടും ഇങ്ങനെ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുകയും അതേ പാപങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിനത് അറിയാം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുമ്പോൾ അതിങ്ങനെ അലഞ്ഞു നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം അടിച്ചു വെടുപ്പാക്കി നല്ല വൃത്തിയുള്ളതായി അത് കാണുന്നു. അപ്പോൾ അത് അശുദ്ധാത്മാവ് പോയി വേറെ 5 അശുദ്ധാത്മാക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മിൽ വാസമുറപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്ഥിതി പഴയതിനേക്കാൾ മോശമായി തീരുന്നു. കർത്താവിന് ഇതെല്ലാം അറിയാം. അതുകൊണ്ടാണല്ലോ കർത്താവ് വചനങ്ങളിലൂടെ ഇതെല്ലാം നമ്മളോട് പറഞ്ഞത്. പക്ഷേ കർത്താവിന്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ, എപ്പോഴും ഒരു പാപചിന്ത അല്ലെങ്കിൽ ഒരു പ്രലോഭനം വരുമ്പോൾ നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഈ കർത്താവ് വരുന്ന ഈ സൗഖ്യം നശിപ്പിക്കണോ, അതോ ഈ നൈമിഷികമായ ഈ സുഖമാണോ എനിക്ക് വലുത്, അതോ കർത്താവ് തരുന്ന യഥാർത്ഥ സന്തോഷമാണോ എനിക്ക് വലുത്? കർത്താവിലുള്ള യഥാർത്ഥ സന്തോഷം അനുഭവിച്ച ഒരുവൻ, അവന് പിന്നീട് പാപങ്ങളോട് നോ പറയാൻ വളരെ എളുപ്പമായിരിക്കും.
കാരണം അതിനേക്കാൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, അതായത് സൂര്യൻ ഉദിച്ചിരിക്കുമ്പോ കറണ്ട് പോയ നമ്മൾ ചിലപ്പോൾ അറിയുക പോലുമില്ല. അതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ചെറിയ ചെറിയ പാപചിന്തകളെയൊന്നും കുറിച്ച് അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അത് വരുമ്പോഴേക്കും നമ്മൾ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, വളരെ ഈസി ആയിട്ട് നമ്മളതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു കളയും. അപ്പൊ കർത്താവിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പാപങ്ങളെ വർജിക്കാൻ നമുക്ക് എളുപ്പമാകും. ഈ വചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. വചനം ഒരിക്കലും ഫലം തരാതെ പോകുന്നില്ല. വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തും. ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ സിയാൽ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ഇങ്ങോട്ട് വന്നത്. ഒരു ടെംപ്റ്റേഷൻ, ഡ്യൂട്ടി ഫ്രീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ. സാധാരണഗതിയിൽ ഒരു 2 കുപ്പി എന്തായാലും വാങ്ങിക്കും. ഇപ്രാവശ്യം ഒരു ടെംപ്റ്റേഷൻ അഗൈൻ, അത് വേണോ വേണ്ടേ, അതിന് മുമ്പിൽ നിന്നിട്ടൊരു പരിങ്ങൽ. സാധാരണ തട്ടിപ്പാണ്. ഈ കുടിക്കുന്നതെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ അത് എന്നിലുള്ള വിശുദ്ധി കുറഞ്ഞു പോകും. അത് അശുദ്ധിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ. മദ്യപിച്ചിരിക്കുമ്പോൾ നമ്മൾ പരദൂഷണം പറയും. പിന്നെ ഒരു ഭക്തിയിൽ നിന്ന് ഞാൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും അകന്നു പോകും. എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറി. അപ്പൊ ഈ കർത്താവിൻ്റെ ഈ ഒരു മഹത്വം കളയണോ, കർത്താവിനുള്ള സന്തോഷം, യഥാർത്ഥ സന്തോഷം കളയണമോ വേണ്ടേ? വളരെ ഈസി ആയിട്ട് ഞാൻ ആ സൈഡിലോട്ട് പോയില്ല, ലിക്കറിന്റെ സൈഡിലോട്ട് പോയില്ല, ചോക്ലേറ്റിന്റെ സൈഡിൽ നിന്നിട്ട് പിള്ളേർക്കൊക്കെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വളരെ ഈസി ആയിട്ട്, അത്രയ്ക്ക് വലിയ കഠിന പ്രയത്നമൊന്നും ചെയ്യേണ്ടി വന്നില്ല ആ ഒരു പ്രലോഭനത്തെ അതിജീവിക്കാൻ. അപ്പോൾ ഞാനത് ഈ അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്ക് അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് വളരെ ഈസി ആയിട്ട് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ മദ്യം വാങ്ങിക്കാതെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, ഇന്റർനാഷണൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഡ്യൂട്ടി ഫ്രീന്ന് മദ്യം വാങ്ങിക്കാതെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നത്. കർത്താവിന് സ്തുതി. ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ ശക്തിയിൽ മാത്രം നമ്മൾ അവലംബിച്ച് പാപങ്ങളോടും പ്രലോഭനങ്ങളോടുമൊക്കെ പടവെട്ടിയാൽ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും. അതിലേക്കുള്ള പാത, പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം, എനിക്കിത് വേണ്ട കർത്താവേ എന്ന് തെറ്റിപ്പോയി ഒരു നുറുങ്ങിയ ഹൃദയം, പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയം, അതാണ് നമ്പർ 1. പറ്റുകയാണെങ്കിൽ ഒരു കുമ്പസാരം, പിന്നീട് അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വരും, അതായത് നമ്മുടെ ജീവിതം മാറി മറിയും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും എല്ലാം നമ്മൾ അറിയും. പിന്നെ നമ്മൾക്കത് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാതെ വരും. അപ്പോൾ സാത്താന് നമ്മുടെ മേലുള്ള
ആധിപത്യം നഷ്ടപ്പെടും. നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ, നമുക്ക് കൂടുതൽ എളിമ തരട്ടെ. കർത്താവിൻ്റെ സൗഖ്യം നമ്മളെല്ലാവരും അനുഭവിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. ആമേൻ.